പയ്യന്നൂരും തളിപ്പറമ്പും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ എന്താകും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സാഹചര്യം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏതായാലും പയ്യന്നൂരിലെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷം നേരത്തെ ഉണ്ടെങ്കിലും അങ്ങനെ പരാജയപ്പെടാൻ സാധ്യതയില്ല എന്നൊരു രീതിയിലുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമേ LDF-ന് അവിടെ മേൽക്കൈ ഉള്ളൂ നിലവിലൊരു സാഹചര്യത്തിൽ നിന്നാണ് പ്രധാനമായും പറയപ്പെടുന്നത്. ഏതായാലും ബി കുഞ്ഞികൃഷ്ണൻ വലിയ തോതിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ഭീഷണിയൊക്കെ നേരിടുന്ന സാഹചര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോഴും വലിയ ശക്തമായ പ്രചരണവുമായി കോൺഗ്രസിന്റെ വലിയ പിന്തുണയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ടി.കെ. ഗോവിന്ദൻ മത്സരിക്കുന്ന തളിപ്പറമ്പ് നേർക്ക് നേർ ശ്യാമളയും ടി.കെ. ഗോവിന്ദനും മത്സരിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു മത്സരം, തീപാറുന്ന മത്സരം, അവിടെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ ഉയർന്ന റിപ്പോർട്ട്. നമുക്കറിയാം സ്വജനപക്ഷപാതം, അതോടൊപ്പം വ്യാജ തിരിച്ചറിയൽ രേഖയുണ്ടാക്കൽ തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുക? ഇത്തവണ ഇടത് കോട്ട ഇളകുമോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന ചോദ്യം. ഏതായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉള്ള ഒരു ജില്ലയാണ് ഈ കണ്ണൂരിൽ നിന്നാണ് നാളെ വളരെ പ്രധാനപ്പെട്ട പല പ്രതികരണങ്ങളും വരേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരും കടുത്ത മത്സരമാണ് നടക്കുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ UDF ഭരണത്തിൽ വന്നാൽ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തേണ്ട ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാൾ അദ്ദേഹം വിജയിച്ചു വരുമോ? അതല്ല KK ശൈലജ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ധർമ്മടത്തേക്ക് വന്നാൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഇത്തവണ കുറയുമെന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണമുണ്ട്. അബ്ദുൾ റഷീദാണ്. നമുക്കറിയാം തളിപ്പറമ്പിൽ അദ്ദേഹം MP ഗോവിന്ദനെതിരെ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം പകുതിയായി കുറക്കാൻ കഴിഞ്ഞ അത്രത്തോളം കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ UDF അവിടെ മത്സരിപ്പിക്കുന്നു എന്നതാണ് അവിടുത്തെ മത്സരം വലിയ തോതിൽ കടുക്കുന്നത്. ഏതായാലും 2 റോഡ് ഷോകളാണ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ നടന്നത്.